ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ, എൻ്റെ വാട്സപ്പ് തുറക്കാൻ പറ്റണില്ല. എന്താണെന്ന് വെച്ചാൽ ചൂടായ കാരണങ്ങൾ ഒരുപാട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കോഴികൾ ചത്തുപോയിട്ടുണ്ട്. അങ്ങനെ ചാവുകയാണ്, വായ ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ ചാവുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇത്തങ്ങളെ കോഴികളൊക്കെ ചത്തോ, അത് പോയോ, എന്താ ചെയ്യുക, നിങ്ങളെന്താണ് കൊടുക്കണത് മരുന്ന്, നിങ്ങളെന്താണ് ചെയ്യണതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേനൽക്കാല പരിചരണം പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ആളുകൾ വിറ്റാമിൻസ് കൊടുക്കുന്നുണ്ടോ, നിങ്ങളെന്താ കൊടുക്കണത്, കോഴികളൊക്കെ ചത്ത് പോകുന്നുണ്ടോ, പിന്നെ എല്ലായിടത്തും പക്ഷിപ്പനി ഉണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഇവിടേക്കൊന്നും പക്ഷിപ്പനിയൊന്നുമില്ല. പക്ഷേ മെയിനായിട്ട് ഇപ്പം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് കാരണം കൊണ്ട് നമ്മുടെ കോഴികൾ ചത്തു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചിട്ട് ചെയ്യണമെന്നില്ല, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നല്ല ശുദ്ധമായ വെള്ളം അവർക്ക് എപ്പോഴും വെച്ച് കൊടുക്കുക. അത് നമ്മൾ വെയിലത്ത് വെച്ച് കൊടുക്കരുത്, തണലത്ത് വെച്ച് കൊടുക്കുക. അതേപോലെ നമ്മളെ പൈപ്പൊക്കെ തുറക്കണ സമയത്ത് പെട്ടെന്ന് ഈ പൈപ്പിലൊക്കെ ചൂടുവെള്ളം നിൽക്കുന്നുണ്ടാകും. അതല്ലാതെ നമ്മൾ തണുത്ത വെള്ളമായിട്ട് തന്നെ അവർക്ക് നന്നായിട്ട് കുടിക്കാൻ കൊടുക്കുക. പിന്നെ ഇപ്പോൾ ചൂടായിട്ട് കണ്ടുവരുന്ന വരുന്നത് വെച്ചാൽ ഇങ്ങനെ വായ പൊളിച്ചിട്ട്, ഇപ്പോൾ ഇവിടെ അടുത്ത് എൻ്റെയൊക്കെ നിന്നൊക്കെ കോഴി വാങ്ങുന്ന ആൾ തന്നെയാണ്. അവരുടെ ഒരു 10-15 കോഴികൾ ഇങ്ങനെ ചത്തു. ഒരു 3-4 മാസം പ്രായമായതാണ് അവർക്ക് ചത്തത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ വീഡിയോ ഇട്ട് നോക്കുമ്പോൾ വായ ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ ഒരു കറകറ ശബ്ദം ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അത് കഫക്കെട്ടാവാനാണ് സാധ്യത. അതിന് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഫാമിലിപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതില്ലേ, കഞ്ഞിക്കുറുക്കളും പനിക്കൂർക്കളും തുളസി, പച്ചമഞ്ഞൾ, അതേപോലെ ആര്യവേപ്പിൻ്റെ ഇല, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ ഇല്ലേ, അതൊക്കെ അരച്ചിട്ട് ഞാൻ നമ്മളുടെ ചെറിയ കുട്ടികൾ മുതൽ വലിയൊരു വരെ ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉരുളാക്കിയിട്ട് വൈകുന്നേരം നേരത്തെ ഞാൻ വലിയ കോഴികൾക്കൊക്കെ വായയിൽ ഇങ്ങനെ 3 ഉരുള വീതം വെച്ച് കൊടുത്തു. പിന്നെ പിറ്റേ ദിവസം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, പിറ്റേ ദിവസം വീണ്ടും അങ്ങനെ അതേപോലെ അരച്ചിട്ട് ഞാൻ വെള്ളത്തിൽ കുടിക്കാൻ വേണ്ടി കൊടുക്കുക ചെയ്തു. അങ്ങനെ 2 ദിവസം അടുപ്പിച്ച് കൊടുത്തു കേട്ടോ. അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. പിന്നെ മെയിനായിട്ട് ഇവരെ നമ്മളെ കൂട്ടിലൊന്നും അടച്ചിടാതെ ഇവരെ പുറത്ത് വിടാൻ വേണ്ടി നോക്കുക. ഇവർക്ക് സ്ട്രെസ്സ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വിമറാൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുക. അതേപോലെ നമ്മൾ ORSൻ്റെ പൊടി ഉണ്ടല്ലോ, അത് കിട്ടുമല്ലോ, അത് കലക്കി കൊടുക്കുക. അതേപോലെ നമ്മൾ ഗ്രോവിപ്ലെക്സ് വിറ്റാമിൻസിൻ്റെ മരുന്നുകളൊക്കെ കൊടുക്കുക. അതേപോലെ ശർക്കര നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും വരെ ഇങ്ങനെ സെറ്റാക്കി നിർത്തണം. കാരണം ഈ സമയത്തൊക്കെ നല്ല വിറ്റാമിൻസ് വേണം കേട്ടോ. വെറും വെള്ളം മാത്രം കൊടുത്താൽ പോരാ, വെള്ളത്തിൽ വിറ്റാമിൻസൊക്കെ കലർത്തിയിട്ട് വേണം കൊടുക്കാൻ. ഞാൻ സിങ്കോവിറ്റൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ മറ്റുള്ള കോഴികളായിട്ടുള്ള സമ്പർക്കങ്ങൾ നിർത്തുക. അയൽവക്കത്തുള്ള കോഴികളായിട്ടൊക്കെ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫാമിലിക്ക് അത് വരാൻ ഒരു പണിയില്ല കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മളുടെ കൂടിൻ്റെ അവിടെയൊക്കെ ഒന്ന് നനച്ചിട്ട് കൊടുക്കുക. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതേപോലെ ഞാൻ പൈപ്പ് പിടിച്ചിട്ട് നമ്മളെ മണ്ണുള്ള ഭാഗങ്ങളൊക്കെ ഞാനൊക്കെ ഒന്ന് വൈകുന്നേരത്ത് നനച്ചിടും കേട്ടോ. വൈകുന്നേരം നേരത്തെ ഒന്ന് നനച്ചിട്ട് കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റൊക്കെ കിട്ടും. പിന്നെ നമുക്ക് അവർക്ക് ഈ നനഞ്ഞ മണ്ണിലിങ്ങനെ കുളിക്കാൻ അവർക്ക് നല്ലൊരു സുഖം കിട്ടും. എന്താ വെച്ചാൽ നല്ല നനയല്ലേ, പുട്ടിൻ്റെ പൊടി പോലെയല്ലേ ആവുള്ളൂ. അപ്പോൾ അവർ ആ മൂലക്കലൊക്കെ അങ്ങനെ എപ്പോഴും വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുളിച്ചും കൊണ്ടാണ്. അങ്ങനെ അവരുടെ ഒരു സുഖം അവർക്ക് അങ്ങനെ അവർ കണ്ടെത്തിക്കോളും. അതേപോലെ കൂട്ടിലൊക്കെ ഇടുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഴിച്ചു വിടാൻ വേണ്ടി നോക്കുക. അതേപോലെ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിയിട്ട് ഒന്ന് അഴിച്ചു വിടാൻ വേണ്ടി നോക്കുക. അതേപോലെ നമ്മൾ ഫാം അടിസ്ഥാനത്തിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഫാനൊക്കെ നിർബന്ധമാണ്. അതേപോലെ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ മുകളിലോ ഒക്കെ അങ്ങനെ ചാക്ക് നനച്ചിട്ടിട്ടോ അല്ലെങ്കിൽ വെള്ളം നിർത്തിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂട്ടുന്ന ഇങ്ങോട്ട് പുറത്തേക്ക് വിടുകയല്ലേ. പുറത്തേക്ക് വിടുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഞാൻ അവിടെ കോഴി മുട്ടട്ടിട്ട് പനിച്ച് കിടക്കില്ല, അവിടെ കിടക്കണ കോഴികളൊക്കെ ഞാൻ ഒരു ഉച്ച സമയം കഴിഞ്ഞ് മുട്ടടൽ കഴിഞ്ഞാൽ ഞാൻ എല്ലാ കോഴികളെയും പുറത്തേക്ക് ആക്കട്ടോ. എന്നിട്ട് ആ കൂടി ഞാൻ അവിടെ അടച്ചിടുക ചെയ്യുക. ഇങ്ങനെ കിടക്കും തോറും അവർക്ക് കോഴിപ്പൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ചൂടല്ലേ, അപ്പോൾ സ്ട്രെസ്സും എല്ലാം കൂടി ഉണ്ടാവാനുള്ള സാധ്യത ഉള്ള കാരണം കൊണ്ട് ഞാൻ അവരെയൊക്കെ പുറത്തേക്ക് വിടും. മുട്ടയിടുന്ന ടൈം ആകുമ്പോൾ പിന്നെ പുറത്തേക്ക് വിട്ടാൽ ഒക്കെ കൂടി ബുദ്ധിമുട്ടില്ല. മറ്റേത് അവിടെ കെടുക്കണവരും എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു ഹ്യൂമിഡിറ്റി കൂടുതലല്ലേ. അപ്പോൾ ഞാൻ എല്ലാവരും പുറത്തേക്ക് ആക്കും. വൈകുന്നേരത്തിട്ട് ഒരു 2 മണി ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും മുട്ടിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ കെടുക്കണവരും എല്ലാവരും പുറത്തേക്ക് ആക്കിയിട്ട് ഞാൻ പുറത്താക്കുക ചെയ്യുക. അതേപോലെ നനച്ച് കൊടുക്കുകയും ചെയ്യും. പിന്നെ നല്ല വെള്ളം വെച്ച് കൊടുക്കും. 2 പാത്രത്തിലും കഴിയുന്നതും വിറ്റാമിൻസൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കും. അതേപോലെ പച്ചില മരുന്നുകൾ ഞാൻ കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കും. കഫക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മരുന്ന് അതാണ്. ഇങ്ങനെ വായ പൊളിച്ചിട്ട് ഒരു കുറുകലും അവർക്കൊരു തുമ്മലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് ഇംഗ്ലീഷ് മരുന്നൊന്നും കൊടുക്കണ്ട. നമ്മളുടെ ഈ പച്ചമഞ്ഞളും
നല്ല ഇവിടെ ഉള്ളത് കൃഷ്ണ തുളസിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല കൃഷ്ണ തുളസിയുടെ പിന്നെ ഇല എടുക്കാറുണ്ട്. അത് ഇങ്ങോട്ട് ഇങ്ങനെ മൈലാഞ്ചിക്ക് അരക്കും പോലെ അരച്ചിട്ട് ഞാൻ ഇവർക്ക് എല്ലാവർക്കും വൈകുന്നേരം നേരത്ത് 3 ഉരുള വെച്ചിട്ട് വലിയ കോഴികൾക്കൊക്കെ ഞാൻ വായിൽ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം വീണ്ടും അരച്ചിട്ട് ഞാൻ പിന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ചൂട് കാലത്ത് വീണ്ടും നമ്മൾ മരുന്ന് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കരുത്. നമ്മൾ പച്ചമരുന്നുകൾ കൊടുത്തിട്ട് അവരെ കൂളാക്കി കൊണ്ടുവരണം കേട്ടോ വേണ്ടത്. അവർക്ക് ഈ സമയത്ത് ഭയങ്കര ചൂടാണ്, നമുക്ക് തന്നെ പറ്റില്ല. പ്രത്യേകിച്ച് ഇവിടെ ഷീറ്റല്ലേ, ഞാൻ മേലെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഷീറ്റും കൂടി പതക്കണ കാരണം കൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഐസും കട്ട ഇട്ട് കൊടുക്കാൻ വേണ്ടി ചിലർ പറയും, പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇനി കഫക്കെട്ട് കൂടണ്ടാന്നോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ ഞാൻ തണുത്ത നമ്മളുടെ ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ആ ഫിൽറ്ററിലത്തെ വെള്ളം ആണ് ഞാൻ കോഴികൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിൽ ഓരോ ദിവസം ഓരോ വിറ്റാമിൻസ് ഒഴിച്ച് കൊടുക്കണം. കാരണം ഇവർക്ക് ഇങ്ങനെ സ്ട്രെസ്സ് കൂടിയിട്ട് ഇനി അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടും വരണ്ട വെച്ചിട്ട്. കാരണം ഒരു സങ്കട കോഴി ഇതിൽ നിൽക്കുന്നുണ്ട്, അതെന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടം പറ്റും. അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറാണ് കേട്ടോ. കഴിയുന്നതും വരെ പുറത്തേക്ക് വിട്ടിട്ട് ഇവരിങ്ങനെ മണ്ണിലും അതിലും ഇതിലൊക്കെ ഇതാവട്ടെ. പിന്നെ ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കാതിരിക്കുക, വിറ്റാമിൻസ് കൂടുതൽ കൊടുക്കുക, പിന്നെ പ്രോബയോട്ടിക്കുകൾ കൂടുതൽ കൊടുക്കുക. അങ്ങനെ ആയിട്ട് അവർക്ക് ഒരു ശരീരത്തിന് തന്നെ ഒരു സുഖം കിട്ടണം. നമുക്ക് തന്നെ ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേന് എന്താ നമ്മുടെ അവസ്ഥ. അതേപോലെ നമ്മളെ കൂട്ടിലുള്ള കോഴികൾക്കൊക്കെ വെള്ളം കിട്ടുന്നുണ്ടോ എന്നും ഞാൻ എപ്പോഴാ വെച്ചാൽ രാവിലെയും വെള്ളം വെച്ചെടുക്കും, വൈകുന്നേരം വെച്ചെടുക്കും കുപ്പിയിൽ കൂടെയൊക്കെ. അപ്പോൾ ഞാൻ നമ്മൾ കൂടടക്കാൻ വരുന്ന സമയത്ത് പിന്നെ വെള്ളം ഇല്ലെങ്കിൽ വീണ്ടും വെച്ചെടുക്കും. കാരണം എപ്പോഴാണ് അവർക്ക് ദാഹിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അധികം ഇവിടെ എന്ന് വെച്ചാൽ ഈ പ്ലാവിൻ്റെ തണലും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കഴിയണതും നിങ്ങൾ നല്ല കോഴികളെ ശ്രദ്ധിക്കണം. പിന്നെ പക്ഷിപ്പണി ഇല്ല കാരണം കൊണ്ട് എല്ലായിടത്തും കൊന്നൊടുക്കുന്നുണ്ട് എന്നാണ് പറയണത്. പീസിന് 250 രൂപയായിട്ടൊക്കെ ഇങ്ങനെ വന്ന് അതേ കിട്ടണുള്ളൂ, അങ്ങനെ മൊത്തം കൊന്നു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടേക്കൊന്നും വന്നിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളങ്ങനെ പക്ഷിപ്പനിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പേടിക്കേണ്ട കാര്യമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ മേലെ വല കെട്ടിയിട്ട് കാരണം കൊണ്ട് ഇവിടെ കാക്ക അതേപോലെ വേറെയുള്ള പക്ഷികളൊന്നും വന്നിട്ട് നമ്മുടെ കോഴിത്തീറ്റ തിന്നുക അല്ലെങ്കിൽ അവർ എന്തെങ്കിലും വേസ്റ്റ് കൊത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിട്ടണമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ നല്ല സേഫ്റ്റി ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. മറ്റേത് നമ്മൾ തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കാക്കകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് തിന്നുമ്പോൾ അവർ പുറത്തുനിന്നുള്ള ഈ അതിൻ്റെ വൈറസൊക്കെ കൊടുന്ന് നമ്മളെ ഫുഡിലും കൂടി ആക്കുമ്പോൾ അതും നമ്മളെ കോഴികൾ തിന്നുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ മേലെ വല കെട്ടിയ കാരണം കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ജീവികൾക്കും കടക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളെ കോഴികൾ മേലേക്ക് പാറി പോവില്ല, മേലത്തെ ഒരു അവശിഷ്ടങ്ങളും നമ്മളെ താഴേക്കും വീഴില്ല. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ അത്രയും കെയർ ചെയ്യണതുകൊണ്ടാണ് ഇവിടെ അങ്ങനത്തെ അസുഖങ്ങൾ വരാത്ത. എല്ലാവരും ചോദിക്കും നിങ്ങളെ ഫാമിലി അസുഖങ്ങൾ വരാറില്ലേന്ന്. അസുഖങ്ങൾ വരാറില്ല എന്ന് വെച്ചാൽ പടി അടച്ച് പിണ്ടം വെച്ച പോലെ ഞാൻ അത്ര സേഫ്റ്റിയിലാണ് ഈ കോഴിക്കൂട് കൊണ്ടു നടക്കുന്നത്. മേലേക്ക് വല കെട്ടിയിട്ടും കോഴികൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സാധനങ്ങളും ഞാൻ അവർക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അവരെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് അസുഖങ്ങളൊന്നും വരാത്തത്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് എനിക്ക് പേടി തന്നെയായിരുന്നു, കോഴികളൊക്കെ എന്തൊക്കെ ആവുമെന്നൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്തടുത്തൊക്കെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കോഴികൾ 10-15 ചത്തത് കണ്ടു നോക്കുമ്പോൾ എനിക്ക് ആകെ വിഷമമായി. അപ്പോൾ അവർ പറയുന്നുണ്ട് വായ പൊളിച്ചിട്ട് ഇങ്ങനെ ഒരു കറകറ ശബ്ദം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആ സൗണ്ട് അതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാ മരുന്നുകളും ഞാൻ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ വായിൽ എല്ലാവർക്കും വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കൂടെ കൊടുത്താൽ മതി. പക്ഷേ ഞാൻ ഒരു 3 മണിക്കൂറോളം നിന്നിട്ട് ഞാൻ എല്ലാ കോഴികൾക്കും ഉരുളകളാക്കിയിട്ട് ഞാൻ വായിൽ വെച്ച് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടെ കുടിക്കുമ്പോൾ കുറേശ്ശല്ലേ കുടിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. വൈകുന്നേരം കൂട്ട് കയറിയതിൻ്റെ ശേഷം പിന്നെ പിറ്റേ ദിവസം ഞാൻ വെള്ളത്തിൽ കൂടിയാണ് കൊടുത്തത്. അങ്ങനെ നമ്മൾ അവരെ നല്ലോണം കെയർ ചെയ്യേണ്ട ഒരു സമയമാണിത്. അധികം കോഴികൾക്ക് അസുഖങ്ങൾ വരുന്നതും ചൂട് കൂടിയിട്ട് സ്ട്രെസ്സ് കൂടിയിട്ടൊക്കെ അവർ ചാവുന്നൊരു സമയമാണിത്. അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. കാര്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കരുത്. ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുകയേ വേണ്ട. നിങ്ങൾ നാടൻ മരുന്ന് കൊടുക്കുക. നാടൻ മരുന്ന് കൊടുത്തിട്ട് അവരെ ആ ബോഡി അങ്ങനെ ആക്കി കൊടുന്നാൽ മതി. ഈ ചൂടിൽ കൂടെ ഇംഗ്ലീഷ് മരുന്നും കൂടി കൊടുക്കുമ്പോൾ അവർക്ക് താങ്ങില്ല. അപ്പോൾ അവർ പെട്ടെന്ന് ഇതാവും കേട്ടോ. അപ്പോൾ കഴിയുന്നതും വലിയ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിങ്കോവിറ്റോ അല്ലെങ്കിൽ ഗ്രോവിപ്ലെക്സ് അതേപോലെ ഒന്നുമില്ലെങ്കിൽ ശർക്കര ഒഴിച്ച വെള്ളം അല്ലെങ്കിൽ ORSൻ്റെ പൊടി കൊടുത്തിട്ട് അത് കലക്കി കൊടുക്കുക. അതേപോലെ പിന്നെ ഫീഡപ്പിസ്റ്റ് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊടുത്താൽ തന്നെ ഒരുവിധമൊക്കെ അവർക്ക് ബോഡി ഒന്ന് റിഫ്രഷ് ആവും കേട്ടോ. അതുകൊണ്ട് നല്ല വെള്ളവും നന്നായിട്ട് കുടിക്കാൻ കൊടുക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ കോഴികൾക്കൊന്നും ഒരു അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മൾ ആരെയും നോക്കുന്നിടത്താണ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ അറിയാതിരിക്കുക. അപ്പോൾ നിങ്ങൾ കടുത്ത ചൂടാണ്, അപ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിട്ട് അവരെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകുക കേട്ടോ. ഈ പറഞ്ഞ രീതിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ. താങ്ക് യു.